ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 10ാമത്തെ ക്ലാസ്. 100 ക്ലാസ്, 10,000 വേർഡ്സ്, 1,00,000 സെന്റൻസ് എല്ലാം ഡിസ്കസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വളരെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ആന. നിങ്ങൾക്കറിയാം, ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. ബട്ട് ഈ ആനയുടെ പല രൂപങ്ങളുണ്ട് അല്ലെ. ആന എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ആനയല്ല, എലഫന്റ് അല്ല, ഹാത്തിയല്ല. ഈ ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ വിത്ത് അതായത് ടെൻസ് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് സെന്റൻസുകൾ നിർമ്മിക്കാൻ പറ്റും. ആ രീതിയിലാണ് ക്ലാസ്സുകൾ. ടീക്കെ. ഓക്കല്ല ആയാത്ത, അവൻ ഇന്നലെ വന്നിരുന്നു. ഓക്കല്ല ആയാത്ത, അവൻ ഇന്നലെ വന്നിരുന്നു. ഓക്കല്ല ആയാത്ത. ഈ വഹ് ഇവിടെ അവനാണ്. ക്ലിയറേ? ഈ വഹ് എന്നാണ് അവനാണ്. ആയാത്ത എന്ന് വന്നു. അവൾ ഇന്നലെ വന്നിരുന്നു നമ്മളിങ്ങനെ പറയും. വോക്കൽ ആയിത്തി എന്ന് പറയും. അവൾ ഇന്നലെ വന്നിരുന്നു. സിമ്പിൾ അല്ലേ? വോക്കൽ ആയിത്തി, അവൾ ഇന്നലെ വന്നിരുന്നു. വോക്കൽ ആയാത്ത, അവൻ ഇന്നലെ വന്നിരുന്നു. നോക്കാം. നവീൻ ദേരീസയായ, ആനയുടെയാണ് നമുക്ക് നോക്കണേ, ശ്രദ്ധിക്കണം. നവീൻ വൈകിയാണ് വന്നത്. ടീക്കെ. അപ്പൊ ആയ ആയി വന്നു എന്നായി. ആയാത്ത വന്നിരുന്നു. ഐത്തി വന്നിരുന്നു. ഓക്കെ, നോക്കാം. നവീൻ ദേരീസെ ആയ, നവീൻ വൈകിയാണ് വന്നത്. നവീൻ ദേരീസെ ആയ, ആയാത്ത എന്ന് പറയാം, അല്ലെങ്കിൽ ആയി എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. നവീൻ ദേരീസെ ആയ, നവീൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. മായ ദേരീസെ ആയി. ഓക്കെ, അല്ലെ മായ ലേറ്റ് ആയി. നമുക്ക് ദേരീസ് ഒന്നും കിട്ടുന്നില്ലേ? മായ ലേറ്റ് ആയി എന്ന് പറഞ്ഞോ. മായ വൈകിയാണ് വന്നത്, അല്ലെ മായ വരാൻ വൈകി. വേ ദില്ലി സെ ചണ്ഡീഗഡ് ഗാഡി സെ ആയേ. ഓക്കെ, ദില്ലിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് അവര് ഗാഡി സെ ആയ. ഈ ഗാഡി എന്ന് പറഞ്ഞാൽ കോമൺ ഒരു ഗാഡി. അത് നമുക്ക് ട്രെയിൻ വേണമെങ്കിൽ ഗാഡി എന്ന് പറയാം, നമ്മുടെ കാറിന് വേണമെങ്കിൽ ഗാഡി എന്ന് പറയാം. നമുക്ക് പർട്ടിക്കുലർലി പറയണം, നമുക്ക് കാർ സെ ആയി എന്ന് പറയാം, ട്രെയിൻസ് ആയി എന്ന് പറയാം. ഇവിടെ ഞാൻ കോമൺ ആയിട്ട് ഗാഡി എന്ന് ഉപയോഗിച്ചു. ഗാഡി നമ്മൾ പൊതുവെ ട്രെയിനിനെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ ഗാഡീസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് അവർ ട്രെയിനിലാണ് വന്നത്. ഓക്കെ, ആയേ എന്ന് വന്നു. ഈ ആയ വരാൻ കാരണം എന്താണ്? വേ. ഇവിടെ വേ ആണ് അല്ലെ. വേയുടെ നിങ്ങൾക്ക് അർത്ഥം അറിയാലോ, അവർ എന്നാണ് അല്ലെ. അവർ, അവ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ വേ വന്നുകൊണ്ട് ആയേ എന്ന് വന്നു. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. നവീൻ സുബായ, നവീൻ സുബായ, നവീൻ രാവിലെയാണ് വന്നത്. ഓക്കെ, വോ കൽ മുझसे മിൽനെ ആയ. ശ്രദ്ധിക്കണേ, വോ അവൻ. ഇവിടെ അവൻ വന്നുകൊണ്ട് ആദ്യം ആയ എന്ന് വന്നു. ഇത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. വോ, ടീക്കെ, അവൻ. കൽ ഇന്നലെ. മുझसे മിൽനെ ആയ. നിങ്ങൾക്കറിയാം കല്ലിന്റെ അർത്ഥം ഇന്നലെ എന്നുണ്ട്, നാളെ എന്നുണ്ട്. അപ്പോൾ ഇത് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇന്നലെ എന്ന് വന്നു. കൽ ആയേഗ, കൽ ആയേഗി എന്നൊക്കെ വന്നാലാണ് അത് ആ കല്ലിന്റെ അർത്ഥം നാളെ എന്നായി മാറും. ക്ലിയർ? ഇത് നിങ്ങൾക്ക് അറിയാം. ഫ്യൂച്ചർ ആണെങ്കിൽ അത് കല്ല് എന്ന് പറഞ്ഞാൽ നാളെ എന്നായി. കൽ യെസ്റ്റർഡേ പറയണമെങ്കിൽ നമ്മൾ അത് പാസ്റ്റിലാണ് കല്ല് ഉപയോഗിക്കുന്നത്. കല്ല് രണ്ടിലും ഉപയോഗിക്കും. ഒന്ന് യെസ്റ്റർഡേ പറയാം, ഒന്ന് ടുമാറോ എന്ന് പറയാം. ഈ കല്ല് ഉപയോഗിച്ചിരിക്കുന്നത് ആയ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇന്നലെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ല് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്നലെ എന്നാണ്. അപ്പോൾ ഓ കൽ മുझसे മിൽനെ ആയ, അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നു. ഇതേനെ മറിച്ച് ഇതൊരു സ്ത്രീ ആണെങ്കിലോ, വോ കൽ മുझसे മിൽനെ ആയി, അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നു എന്നായി അർത്ഥം. ഓക്കെ, ഇതിന്റെ കാര്യം ഞാൻ പറയാലോ. നമ്മുടെ വെബ്സൈറ്റിന്റെ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ആദ്യം തന്നെ പറയാം, ഇത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു പാക്കപ്പ് ആയിട്ട് തരികയാണ്. ഓക്കെ, അതായത് 40 ക്ലാസ് ഗ്രാമർ ഫൗണ്ടേഷൻ ക്ലാസ് തരികയാണ്. 20 ക്ലാസ് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് തരികയാണ്. പ്ലസ് ഒരു 90 പേജിന്റെ നിങ്ങൾക്ക് വൊക്കാബുലറി സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇങ്ങനെ 3 കൂടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. നമ്മൾ മിനിമം 1000 താഴെയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കാണാം. വെബ്സൈറ്റ് ആണ്. ഓക്കെ, യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം. അല്ലാതെ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അതിൽ ലിങ്ക്, ആ പരിപാടിയൊന്നുമില്ല. താല്പര്യമുള്ള ആൾക്കാർ ഇത് പോസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽ കണ്ടതിന് ശേഷം വാട്സപ്പ് ചെയ്യാം. ഓക്കെ, വോ കൽ മുझसे മിൽനെ ആയി ഞാൻ പറഞ്ഞു തന്നു. ടീക്കെ, അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നു. വഹ്, ഈ വഹ് അവളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ക്ലിയർ? വോ മുझसे മിൽനെ ആയി, അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നു. ഇങ്ങനെ പല ആൾക്കാരുണ്ട് തെറ്റിയിട്ട് പറയുന്നവർ. ഓക്കെ, അവളായിരിക്കും വന്നിട്ടുണ്ടാവര്. ഒരു ഹിന്ദിക്കാരനാണോ പറയും, യാർ കൽ മുझसे മിൽനെ ആയ എന്ന് പറയും. അപ്പൊ അവർ വിചാരിക്കും ഈ വഹ് ആരാണ്, അവനാണോ അവളാണോ അവൻ ഉദ്ദേശിച്ചത്. ഒരു പെണ്ണിനെ കുറിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ मेरी गर्लफ्रेंड है ना, मेरी गर्लफ्रेंड अच्छी है, वो क्या बोलते हैं, गुड़गांव में काम करती है, അവൾ ഗുഡ്ഗാവിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ കൽ മുझसे മിൽനെ ആയ, അവസാനം പറയും. അപ്പൊ തെറ്റി, എല്ലാം കോളായി അല്ലെ. നിങ്ങൾ ശ്രദ്ധിക്കും.
वो है ना, उसकी नाम है ना माया है, അവളുടെ പേര് മായ എന്നാണ്, उसकी नाम माया है, ठीक है। वो कल वो गुड़गांव में ना, गुड़गांव में काम करती है, गुड़गांव में IT कंपनी में काम करती है, लेकिन अच्छी लड़की है, ठीक है, നല്ല പെൺകുട്ടിയാണ്। वो कल मुझसे मिलने आई, അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നു. അപ്പം നിങ്ങൾ നോക്കുക, എല്ലാം അവളെ കുറിച്ചാണ് പറയുന്നത്, എല്ലാം ഈ മാത്രയിൽ അങ്ങ് പറഞ്ഞു പോയി അല്ലെ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അത് ആയാന്ന് പറയരുത്. അപ്പം എന്താണ്, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് എന്താണോ അത് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ ഈല് നിർത്തും, പുല്ലിംഗമാണെങ്കിൽ ആര് നിർത്തും എന്ന് അറിഞ്ഞിരിക്കണം മിനിമം. ഓക്കെ, നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ടതെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് സെൻറ്റൻസ് പഠിച്ച് പോകുന്ന ഒരു സെൻറ്റൻസ് പഠിച്ചോ, അപ്പോൾ ആയ എന്നുള്ളത് ആയി ആവും, ആയി എന്നുള്ളത് ആയ എന്നായി മാറും. ठीक है, वो कल मुझसे मिलने आई, क्लियर। നെക്സ്റ്റ്, मुझे एक आइडिया आया, എനിക്കൊരു ഐഡിയ കിട്ടി, मुझे एक आइडिया आया. ഈ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു പുല്ലിംഗ ശബ്ദമാണ്. ക്ലിയർ, ഐഡിയ എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐഡിയ ആയ എന്ന് പറയുന്നത്. സ്ത്രീ ആയാലും ഇങ്ങനെ തന്നെ പറയണം, मुझे एक आइडिया आया, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, मुझे एक आइडिया आया, काम करते हैं, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് गाड़ी ले लो, गाड़ी निकालो बाहर, ठीक है, വണ്ടി പുറത്തേക്ക് എടുക്കുക, बाहर चलते हैं, बाहर घूमने जाते हैं, മൂവി देख लेते हैं, ഒരു പിക്ചർ കണ്ടിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് പോകണം. ഓക്കെ, അതാണ് നിങ്ങളുടെ, അങ്ങനെ പറഞ്ഞ് പോകണം. ചില മൂവി देखने चलते हैं, നമുക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടിട്ട് വരാം. खाना ठीक है यार, छोड़ो यार, खाना बाहर खाएंगे, क्या बात है, ഭക്ഷണം പുറത്തേക്കാ, എന്താ പ്രശ്നം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ പറ്റണം എന്ത് വേണം, പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ കിട്ടിയിരിക്കണം. മുझे ചക്രായ, എനിക്കെന്തായി, സോറി, മുझे ചക്രായ, എനിക്ക് തലകറക്കം വന്നു. മുझे ചക്രായ, ചക്കർ എന്ന് പറയുന്ന ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, മുझे ചക്രായ, ഓർമ്മ ഗിർഗിയ, ഞാൻ തലകറങ്ങി വീണു. മുझे ചക്രായ, ആണ് വീണോട്ടെ, പെണ്ണ് വീണോട്ടെ, ശ്രദ്ധിക്കണേ, ആണ് വീണോട്ടെ, പെണ്ണ് വീണോട്ടെ. ബട്ട് ആദ്യം പറഞ്ഞിരിക്കുന്നു മുझे ചക്രായ, ഇവിടെ മുझे ഉപയോഗിച്ചു അല്ലേ, ഇവിടെ മേ എന്ന് ഉപയോഗിച്ചു. ഇവിടെ ചക്കറിനാണ് പ്രാധാന്യം, ഇവിടെ മേനാണ് പ്രാധാന്യം. ശ്രദ്ധിക്കണം, മുझे ചക്രായ, ഇത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും മുझे ചക്രായ എന്ന് തന്നെ പറയും. ഓർ മേ ഗിർ ഗയ, അത് ആണ്. ഓക്കെ, മേ ഗിർ ഗയ ആണ്. സ്ത്രീ പറയുമ്പോൾ മുझे ചക്രായ ഓർ മേ ഗിർ ഗയി. മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. സോറി, ചെറിയൊരു പ്രശ്നം, സോറി. മുझे ചക്രായ, എനിക്ക് തല കറങ്ങി. ഇത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഒരുപോലെ. അതിനുശേഷം ശ്രദ്ധിക്കുക, ഓർ മേ ഗിർ ഗയ, ഞാൻ തലകറങ്ങി വീണു. മേ ഗിർ ഗയ, അതാണ് പറയുമ്പോൾ. പെണ്ണ് പറയുമ്പോൾ മുझे ചക്രായ, എനിക്ക് ചക്രായി. ഓക്കെ, എനിക്ക് തല കറങ്ങി. മേ ഗിർ ഗയി, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ठीक है, मुझे ചക്രായ ഓർ മേ ഗിർ ഗയി, ഇതൊരു ഫീമെയിൽ പറയുമ്പോൾ. ഇത് मुझे ചക്രായ ഓർ മേ ഗിർ ഗയ, അതൊരു സ്ത്രീ പറയുമ്പോൾ. ഓക്കെ, मुझे कुछ समझ में नहीं आया, അതന്നെയായിരിക്കും നിങ്ങളിൽ मुझे कुछ समझ में नहीं आया. ഓക്കെ, അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ठीक है, എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, मुझे ചക്രായ, ഇതാണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് വരിക. കാരണം എന്താ, നമ്മൾ മുझे വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വെബ്സൈറ്റ് ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മേ ഗിർ ഗയ, ഞാൻ വീണു. മേ ഗിർ ഗയ, ഞാൻ വീണു. ठीक है, मुझे ചക്രായ ഓർ മേ ഗിർ ഗയി, ഇതൊരു ഫീമെയിൽ പറയുമ്പോൾ. मुझे कुछ समझ में नहीं आया, എനിക്കൊന്നും മനസ്സിലായില്ല. ക്ലിയർ, ഉസെ കുച്ച് സമജ് മേ नहीं आया, അവനൊന്നും മനസ്സിലായില്ല. ഓക്കെ, ഉസെ കുച്ച് സമജ് മേ नहीं आया, അവനൊന്നും മനസ്സിലായിട്ടില്ല. പെണ്ണിനെ കുറിച്ചും പറയുമ്പോൾ ഉസെ കുച്ച് സമജ് മേ नहीं आया എന്ന് തന്നെയാണ് പറയേണ്ടത്. നോക്കാം അടുത്തത്. മുझे खाने में मजा आया, ഭക്ഷണം അടിപൊളി, ആസ്വദിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചു. मुझे कुछ खाने में मजा आया, मजा आ गया. നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ല കല്യാണത്തിന് പോയി. ഇപ്പോൾ ദില്ലിയിലൊക്കെ നല്ല കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. യാർ ഖാന യാർ മസ്ത് മജ ആ ഗയ എന്ന് പറയും. എന്താ പറയുക, യാർ മസ്ത് ഖാന, ക്യാ ബനായ യാർ ഖാന, എന്താ അടിപൊളി ഫുഡായിരുന്നു, മജ ആ ഗയ. ഓക്കെ, അല്ല നമുക്ക് ഇങ്ങനെയും പറയാം അല്ലേ. मुझे खाने में मजा आ गया है, चाहे कुछ भी हो जाए, चाहे कुछ भी बोलो, मजा आ गया खाने में. ओके, मुझे घूमने में मजा आया, मुझे घूमने में मजा आया, എനിക്ക് ഞാൻ നല്ലോണം യാത്ര ആസ്വദിച്ചു, എനിക്ക് കറക്കം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. നെക്സ്റ്റ് നോക്കാം. मुझे एक सवाल आया,
ഓക്കെ, സവാൽ ഒരു പുല്ലിംഗ ശബ്ദമാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആയ എന്ന് വന്നത്. ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ടീക്കേ, നമ്മൾ ആനയാണെ പഠിക്കുന്നത് മറന്നു പോകണ്ട. എനിക്കൊരു മുജേക്ക് സവാലായ, എനിക്കൊരു ചോദ്യം കിട്ടി എന്നാണ് അർത്ഥം. മുജേക്ക് സവാലായ, മുജേക്ക് സവാൽ ഹേ, എനിക്കൊരു ചോദ്യമുണ്ട്, എൻ്റെ കൈവശം ഒരു ചോദ്യമുണ്ട് എന്നാണ്. മുജെ റോനായ, എനിക്ക് കരയാൻ തോന്നി, അല്ലേ? കരയാൻ തോന്നി, എനിക്ക് കരച്ചിൽ വന്നു എന്നൊക്കെ പറയാം. മുജെ റോന ആയ എന്ന് പറയാം. മുജെ ഹസായ, എനിക്ക് ചിരി വന്നു. ടീക്കേ, ഉസ്കി വജഹസെ മുജെ റോനായ, അവൻ കാരണം. ഇവിടെ ഉസ്കി വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയരുത് അവൾ മാത്രമാണോ. അല്ല, അവനായാലും അവളായാലും ഉസ്കി വജഹസെ എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എന്താണ്? ഈ വജൽ, കാരണം എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമല്ല, സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഉസ്കി വജഹസെ, അവൻ കാരണം, അവൾ കാരണം, രണ്ടിനും നമ്മൾ പറയുന്നത് ഉസ്കി വജഹസെ എന്നാണ്. ഓക്കെ, അപ്പോൾ ഉസ്കി വജഹസെ മുജെ റോന ആയ, അവൻ കാരണം ഞാൻ കരഞ്ഞു, അവനെന്നെ കരയിച്ചു എന്നാണ് അർത്ഥം. ഉസ്കി വജഹസെ മുജെ റോന ആയ, എനിക്ക് കരച്ചിൽ വന്നു എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അവളായാലും അവനായാലും ആര് കരയിപ്പിച്ചാലും ഉസ്കി വജഹസെ. ക്ലിയർ? മുജെ സൂസു ആയ, മുജെ സൂസു ആയ, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. സൂസു ആയ, മുജെ സൂസു ആയ. ഓക്കെ, ഇന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, മുജെ നീന്തായി. തൊട്ട് മുകളിൽ ആയ എന്നാണ് വന്നതെങ്കിൽ സൂസു എന്ന് പറയുന്നത് പെശാബ്, സൂസു എന്നൊക്കെ പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. നീന്ത് നിങ്ങൾക്കറിയാം, എൻ്റെ ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാം. നീന്ത്, രാത്ത്, ഷാം, ശുഭ, ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ അന്തേര, ഇരുട്ട്, അതാണ് ഒരു പുല്ലിംഗ ശബ്ദം വരുന്നത്. അപ്പോൾ മുജെ നീന്ത് ആയി, എനിക്ക് ഉറക്കം വന്നു, എനിക്ക് ഉറക്കം വന്നു. മുജെ നീന്ത് ആയി, എനിക്ക് ഉറക്കം വന്നു. ക്ലിയറേ? അതുകൊണ്ടാണ് ആയി എന്ന് വന്നത്. അതിപ്പോൾ ആണുറങ്ങിക്കോട്ടെ പെണ്ണുറങ്ങിക്കോട്ടെ, ആണിനുറക്കം വന്നോട്ടെ പെണ്ണിനുറക്കം വന്നോട്ടെ, നമ്മളെന്ത് ചെയ്യും? ഈ മാത്രമേ. മുജെ നീന്തായി, ക്യായി, നീന്തായി. നീന്തെന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, ആയി. നെക്സ്റ്റ്, ലൈറ്റ് ആകെ, ലൈറ്റ് ആകെ എന്ന് പറയാം, ലൈറ്റ് ആയി എന്ന് പറയാം, കറണ്ട് ആകെ എന്ന് പറയാം, ബിജിലി ആകെ എന്ന് പറയാം. ആയി. ഓക്കെ, ആയി. മനസ്സിൽ വെച്ചോ, നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ഡെയിലി, മറക്കണ്ട. ബേട്ട സ്കൂൾ സെ ആയ, ബേട്ട സ്കൂൾ സെ ആയ, ആരാ വന്നത്? ബേട്ടയാണ് വന്നത്. നിങ്ങൾ ആ തൊട്ട് മുന്നിലത്തെ നോക്കിയേ, ലൈറ്റായി അല്ലേ, അല്ലെങ്കിൽ നീന്തായി. ഇവിടെ നീന്ത് നമ്മളൊരു സ്ത്രീലിംഗ ശബ്ദമായിട്ട് ആയി എന്ന് ഉപയോഗിച്ചു. നിങ്ങൾ ഈ ബേട്ട എന്നുള്ളത്, ബേട്ട എന്നൊരു പുല്ലിംഗ ശബ്ദമല്ലേ, അതുകൊണ്ട് ആകയ എന്ന് പറഞ്ഞു അല്ലേ, ആ മാത്രയിൽ അവസാനിച്ചു. അതേ സംബന്ധം നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇപ്പം ബേട്ട എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്, അപ്പോൾ നീന്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ നീന്ത് ആയി, ബേട്ട ആയ. അപ്പം അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഈ ബേട്ടയായിട്ട് താരതമ്യം ചെയ്താൽ മതി. ബേട്ട എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് ആകയ എന്ന് പറഞ്ഞു. മേരാ ബേട്ട, എൻ്റെ മകൻ. അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പറയുമ്പോൾ എങ്ങനെ പറയും? ആണ് പറഞ്ഞോട്ടെ പെണ്ണ് പറഞ്ഞോട്ടെ, മേരാ ബേട്ട എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. മേരാ ബേട്ട ആകയ, എൻ്റെ മകൻ വന്നു. അപ്പം ഞാൻ പറയണം മേരി ബേട്ടി സ്കൂൾ സെ ആകെ. അത് കറക്റ്റാണോ തെറ്റാണോ? എന്താണ്? കറക്റ്റാണ്. അപ്പം എന്താണ്? മേരി ബേട്ടി, എൻ്റെ പെൺകുട്ടി, എൻ്റെ പെൺമകള് സ്കൂൾ സെ ആകയി, ആകയി വന്നു. ഓക്കെ, മേരി ബേട്ടി എന്ന് വന്നു. ബേട്ടി സ്ത്രീലിംഗ ശബ്ദം, മേരി ബേട്ടി. മേരി ബേട്ടി സ്കൂൾ സെ ആകയി, മേരാ ബേട്ട സ്കൂൾ സെ ആകയ. ഓക്കെ, അപ്പം അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കിയിട്ട് നമ്മൾ മേരി എന്ന് ഉപയോഗിക്കും. ആൺകുട്ടിയാണെങ്കിൽ മേര, പെൺകുട്ടിയാണെങ്കിൽ മേരി. സിമ്പിൾ. ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും. ഓക്കെ, ആ മേരിയിൽ തെറ്റിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ബേട്ടി സ്കൂൾ സെ ആകെ. ഇവിടെ നോക്ക്, മേരി ബേട്ടി സ്കൂൾ സെ ആകെ, എൻ്റെ മകൾ സ്കൂളിൽ നിന്ന് വന്നു. ഓക്കെ, ബേട്ടി ആകെ. ടീക്കേ, നീന്ത് ആകെ. കണ്ട, അവിടെ സ്ത്രീലിംഗ ശബ്ദം, ഇവിടെ സ്ത്രീലിംഗ ശബ്ദം. അപ്പം ഇതാണ്, സിമ്പിളാണ്, പഠിച്ചാൽ സിമ്പിളാണ്. വൈഫ് ഓഫീസ് ആകെ, മേരി വൈഫ്. ഓക്കെ, എൻ്റെ വൈഫ്, മേരി വൈഫ്. ഓക്കെ, എൻ്റെ വൈഫ്, മേരി വൈഫ് ഓഫീസ് ആകെ, എൻ്റെ വൈഫ് ഓഫീസിൽ നിന്ന് വന്നു. തെറ്റിക്കരുത് നിങ്ങൾ. ഇപ്പോൾ അതേ ശബ്ദങ്ങൾ മേരി ബേട്ടി സ്കൂൾ സെ ആകെ, മേരി വൈഫ് ഓഫീസ് ആകെ, മേരി മൗസി, എൻ്റെ ഇളയമ്മ, കുഞ്ഞമ്മ എന്നൊക്കെ പറയുന്നത് മേരി മൗസി. വേണ്ട, മേരി വന്നു, ഞാനാ പറയുന്നത്, മേരി വന്നു. അപ്പം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, പതി മേരാ പതി, എൻ്റെ ഹസ്ബൻഡ്. മേരാ പതി, മേരാ ഹസ്ബൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മേരെ ഹസ്ബൻഡ് എന്ന് പറയാം. റെസ്പെക്ട് കൊടുക്കണം, നമുക്ക് മേരെ ഹസ്ബൻഡ് എന്ന് പറയേണ്ടി വരും. ക്ലിയർ? അപ്പം മേരെ ഹസ്ബൻഡ് ഓഫീസ് ആകെയ, എൻ്റെ ഹസ്ബൻഡ് ഓഫീസ് ആകെ, ആകെ. ടീക്കേ, ആകെയല്ല ആകെ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം മേരാ ഹസ്ബൻഡ് ഓഫീസ് ആകെ. ഇപ്പോൾ എല്ലാം പേരെല്ലാം വിളിക്കുന്നത്, നവീനെ, അരുണെ, കൃപേഷ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മേരാ
ഹസ്ബൻഡ് ഓഫീസിൽ ആ ഗയാ, എൻ്റെ ഭർത്താവ് ഓഫീസിൽ നിന്നും വന്നു. മേരി വൈഫ് ഓഫീസിൽ ആ ഗയി. ക്ലിയർ? മേ കൽ ആവുക, ഇത് സിമ്പിള്, ഞാൻ നാളെ വരാം. ഇത് ഞാൻ പറയണം, മേ ആവുക, ഞാനൊരു മെയില്, മേ കൽ ആവുക. ഓക്കെ, ഫീമെയിൽ പറയുമ്പോൾ മേ കൽ ആവുങ്കി. ഓക്കെ, തെറ്റിക്കരുതേ, ഫ്യൂച്ചറാണ്. ടീക്കെ, ആനാന്നല്ല പറയുമ്പോൾ നമ്മൾ ആവുക ആവുങ്കി എന്നൊക്കെ പറഞ്ഞ് പഠിക്കണം. ക്യാ കൽ തും ആവോഗെ, നിങ്ങൾ നാളെ വരുമോ? ക്യാ കൽ തും ആവോഗെ, ഇവിടെ ആവോഗെ എന്നായി. ടീക്കെ, ആയേഗ ആയേഗി എന്നൊന്നും വന്നില്ല, തും ആവോഗെ മതി, അത് മതി. തും ആയതുകൊണ്ടാണ് ആവോഗെ, ആവോഗി എന്നൊന്നും ചോദിക്കരുത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആരോടാണ് നമ്മൾ ചോദിക്കുന്നത്? അവരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തും ആവോഗെ. ക്ലിയർ? അല്ലെ തും ജാവോഗെ, അങ്ങനെ ചോദിക്കും. ക്യാ കൽ തും ആയേഗ, സോറി, ക്യാ കൽ തു ആയേഗ. ഈ തു ആണാന്ന് വിചാരിച്ചോ. ക്യാ തു കൽ തു ആയേഗ ഓഫീസിന്. എൻ്റെ മുന്നിൽ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, അതൊരാണാണ്, മെയിലാണ്. ഞാൻ ചോദിക്കുവാണ്, ഞാൻ ചോദിച്ചോട്ടെ ഒരു പെണ്ണ് ചോദിച്ചോട്ടെ, ആരോടെ ചോദിക്കുന്നത്? മെയിലിനോടെ ചോദിക്കുന്നത്. ക്യാ കൽ തു ആയേഗ. ക്ലിയർ? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു പെണ്ണിരുന്നോട്ടെ, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു പെണ്ണാണ്, എങ്ങനെ ചോദിക്കും? ക്യാ തു കൽ തു ആയേഗി, നീ നാളെ വരുമോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇനി അധികം പറയണ്ടല്ലോ. ക്യാ കൽ ക്യാ കൽ ആപ്പ് ആയെങ്കിൽ, താങ്കൾ വരുമോ? ആയെങ്കിൽ എന്ന് വന്നു. ഓക്കെ, ക്യാ കൽ ആപ്പ് ആയെങ്കിൽ. ക്യാ കൽ വ ആയേഗ, തേർഡ് ആൾക്ക്, വേറൊരാൾ ഇവിടെ ഇല്ല, ആളൊന്നുമില്ല, നമ്മൾ 3-4 ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരാളെ കുറിച്ച് പറയുകയാണ്, യാരോ ആജോ ജൽദി ചലാ ഗയാ താ, പതാ नहीं क्या हुआ, घर में कुछ प्रॉब्लम है लग रहा है ना, क्या कल वो आएगा, നാളെ അവൻ വരുമോ? അവൻ ആരാണ്? ഒരു പുരുഷനാണ് അല്ലെ, അതുകൊണ്ടാണ് ക്യാ കൽ വോ ആയേഗ എന്ന് ചോദിച്ചത്. ഇപ്പോൾ ഒരു സ്ത്രീയെ കുറിച്ച് പറയാണ് അല്ലെ, യാരോ ആജ് ജൽദി ചലി ഗയി തീ, ജൽദി നിക്കൽ ഗയി തീ, അവൾ പെട്ടെന്ന് ഇന്ന് ഓഫീസിൽ നിന്ന് പോയി. ആജ് ഓഫീസിൽ ജൽദി നിക്കൽ ഗയി തീ, ക്യാ ബാത്ത് ഹോ ഗയി, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? ക്യാ ബാത്ത് ഹോ ഗയി, എന്താണ് സംഭവിച്ചത്? घर में कुछ प्रॉब्लम है क्या, വീട്ടിൽ എന്താ പ്രശ്നമുണ്ടോ? क्या उसके जो पापा है क्या बीमारी है, क्या पापा को बीमार है, पापा क्या बीमार है, എന്താ അച്ഛന് സുഖമില്ലേ? ക്യാ കൽ വോ ആയേഗി, അവള് വരുമോ? കണ്ട, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതെല്ലാം ഈയിൽ പറഞ്ഞിട്ട് അങ്ങ് പോകണം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നോക്കാം. കൽ വോ ആനെ കി സംഭാവന ഹെ. ഈ സംഭാവന ശ്രദ്ധിച്ച് കേട്ടണം, ഇതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. കീ വന്നു. ക്ലിയർ? കീ വന്നു. കൽ വോ ആനെ കി സംഭാവന ഹെ. ടീക്കെ, അവൻ നാളെ വരാൻ സാധ്യതയുണ്ട്. കൽ ആനെ കി സംഭാവന ഹെ, ചാൻസ് ഉണ്ട്, അവൻ വരാനുള്ള സാധ്യതയുണ്ട്. അവളായാലും കൽ വോ ആനെ കി സംഭാവന ഹെ. ടീക്കെ, വരാനുള്ള സാധ്യതയുണ്ട്, അവൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വെബ്സൈറ്റിൻ്റെ ക്ലാസ്സെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഒന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഇതെങ്ങനെയാണ് ക്ലാസ്സുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ ഡെമോ വീഡിയോ, ആ ക്ലാസ്സിൻ്റെ ഒരു ഡെമോ വീഡിയോ, പ്ലസ് എന്താ പറയേണ്ടത്, വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എവിടെ? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.